ഹായ് ഓൾ, നിഹാബ്രോഗ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്കേർട്ടിലേക്കുള്ള ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടോപ്പ് പോർഷനിലേക്കുള്ള മെറ്റീരിയൽ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു നെറ്റ് നമ്മൾ സ്കേർട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 6 മീറ്റർ നെറ്റായിരുന്നു ഞാൻ സ്കേർട്ടിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വെറും 1/4 മീറ്റർ തുണി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഷോൾഡർ ഇതാ ഞാനിവിടെ 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് താഴോട്ടേക്ക് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കോട്ടൺ ലൈനിങ്ങിലാണ്. പിന്നെ നമ്മൾ താഴോട്ടേക്ക് ഇതാ ആം ഹോള് 5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഷോൾഡർ എത്രയാണോ അത്ര തന്നെയാണ് നമ്മൾ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നമ്മുടെ നെക്ക് വിടുത്തായിട്ട് നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴോട്ടേക്ക് ഞാൻ കൊടുക്കുന്നത് വി നെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൽ ഒരു ബോക്സ് ചെയ്തതിന് ശേഷം താഴേക്ക് 1 ഇഞ്ച് കൂടിയും അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിൽ ഞാൻ ചെയ്തെടുക്കുന്നത് വീനക്കാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ടോട്ടലി 4 ഇഞ്ച് ലെങ്ത് എടുത്തിട്ട് ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കർവ് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. താഴോട്ടേക്ക് നമുക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ 2 ഇഞ്ച് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തില്ലേ, അതൊന്നും ഈ ഒരു 4 ഇഞ്ചിലേക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇനി ഷോൾഡർ ചെറുതായിട്ടൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് 6 ഇഞ്ചാണ് വരുന്നത്. സിം അലവൻസോട് കൂടിയിട്ട് നമ്മളൊരു 8-8.5 ഇഞ്ചിലൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റൊക്കെ നമുക്ക് പിന്നെ സിം അലവൻസ് ഇടുന്ന സമയത്ത് 2-2.5 ഒക്കെ ഇടാം. ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെസ്റ്റും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 10.5 ഇഞ്ചിൽ നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി സീം അലവൻസും കൂടി ഇട്ട് കൊടുക്കണം. ലെങ്ത്തും നമുക്ക് ഇഷ്ടമുള്ള അത്ര സീം അലവൻസൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷേ നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് വയറ് കാണുന്ന ആ ഒരു രൂപത്തിൽ, അതായത് വയറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് കർവായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീം അലവൻസ് ഒന്നും താഴെ ഭാഗത്തേക്ക് ഇടുന്നില്ല കേട്ടോ. ഇനി ചെസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് 8-8.5 ഇഞ്ചിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടുന്ന് നേരെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് താഴോട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ചെറിയ മക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ഒന്നും വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ആ ഒരു എൻഡ് ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടെയും കൂടി ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ അത്യാവശ്യം മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്തിട്ട് എടുക്കാം. ഇനി വരച്ച പോർഷൻസൊക്കെ നമുക്കൊന്ന് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ഇതാ ഫ്രണ്ട് പീസിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് തന്നെ നമുക്ക് ബാക്ക് പോർഷനും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ കോട്ടൺ ഫാബ്രിക്കിനെ 2ആക്കി ഫോൾഡ് ആക്കിയതിന് ശേഷം ഫോൾഡഡ് സൈഡിൽ നമുക്കൊരു 3/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് ഭാഗത്ത് നമുക്ക് സിബ് വെച്ച് കൊടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 3/4 ഇഞ്ച് നമുക്ക് താഴോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കാം. ഇനി ആ ലൈനിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫ്രണ്ട് പീസിനെ എടുത്തിട്ട് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു 3/4 ഇഞ്ച് ഇതാ ആ ഒരു ഭാഗത്ത് വരുന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫോൾഡഡ് സൈഡ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്കതിൻ്റെ അടുത്തു കൂടെ ഇതാ ആ ഒരു താഴത്തെ പോർഷനിലും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ നെക്ക് വരുന്നത് ബാക്കിൽ റൗണ്ട് നെക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ മാറ്റിയതിന് ശേഷം 2 ഇഞ്ച് വിടുത്തൊന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് തന്നെ. ഇനി താഴോട്ടേക്ക് 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ബോക്സ് ആക്കിയിട്ട് നമുക്ക് റൗണ്ട് നെക്കും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വി നെക്കും ബാക്കിൽ റൗണ്ട് നെക്കും ആണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ ബാക്ക് പോർഷൻ്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതും കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇതാ ഫ്രണ്ട് പീസും ബാക്ക് പീസും കറക്റ്റായിട്ട് തന്നെ നമ്മൾ രണ്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ടിലെ ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് അതും കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ടെടുക്കണം. അടുത്തതായിട്ട് ബാക്ക് പോർഷനിലെ സിബിൻ്റെ പോർഷൻ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം.
ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ കോട്ടൺ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അപ്പോൾ ആ ഒരു പീസിനെ നമ്മളെ വർക്ക് പീസിനെ നല്ല ഭാഗത്ത് വെച്ച് കൊടുക്കട്ടോ. വർക്ക് പീസിനെ നല്ല ഭാഗം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കോട്ടൺ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു പീസ് ഇതാ ബാക്ക് പോർഷനാണ് ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും വെച്ചിട്ട് താഴേക്കൊരു 1/2 ഇഞ്ച് ഒക്കെ എക്സ്ട്രാ വിട്ടതിന് ശേഷം നമുക്കൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു സ്ക്വയർ പീസിലാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ട് പീസും അതേ രീതിയിൽ തന്നെ വർക്ക് പീസിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വർക്ക് പീസൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗം മാത്രം ഒന്ന് മുകളിലോട്ട് ഇത്തിരി കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഈ രീതിക്ക് വരച്ചെടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് വരച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ലോണം കോണായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് വരെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ക്രേപ്പ് ലൈനിങ്, അതിൻ്റെ മുകളിലേക്ക് വർക്ക് പീസ്, അതിൻ്റെ മുകളിലേക്ക് കോട്ടൺ ലൈനിങ്ങിന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത പോർഷനിലൂടെ ഒക്കെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. 2 ഷേപ്പും ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ഷോൾഡറും പിന്നെ 2 ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഒഴിച്ച് വിട്ടിട്ട് ബാക്കിയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനും അതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. പിന്നെ ബാക്കിൽ നമുക്ക് സിപ്പ് വെച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്നൊന്ന് മറിച്ചിട്ട് നല്ല നീറ്റാക്കിയിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്തിട്ടൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷന് ബാക്ക് പോർഷൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 2 ഷോൾഡർ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം കൂടി നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി നമുക്ക് സ്ലീവ് വെക്കലാണ്. അപ്പോൾ തന്നെ ഞാൻ നെറ്റിൽ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ പഫ് സ്ലീവാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വെച്ച് കൊടുത്തതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ആ ഒരു എൻഡ് ഭാഗത്തായിട്ട് വർക്ക് പീസും കൂടെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പൊക്കെ നേരെ ചെസ്റ്റിൻ്റെ ആ ഒരു മാർക്കിങ് തന്നെയാണ് നമ്മൾ താഴോട്ടേക്കും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്ലീവും പിന്നെ അതുപോലെ തന്നെ ഷേപ്പും കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ്ങും ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടാണ് സിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഷേപ്പും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് മുത്തുകളും കൂടി തുന്നി പിടിപ്പിച്ച് ഭംഗിയാക്കാനുണ്ട്. പിന്നെ ആ ഒരു വർക്ക് പീസിൽ നമുക്ക് ബ്ലാക്ക് മുത്ത് പഞ്ച് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും ഭംഗിയുണ്ടാവും ക്രോപ്പ് ടോപ്പ് കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പും ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.